എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഹരാനെയും ചാനനെയും കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് ചാനാണെങ്കിൽ ഹരാനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നോ. ഇത് കണ്ടിട്ട് നമ്മളുടെ ഹരാൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇപ്പോൾ കെട്ടിപ്പിടിച്ചേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ പറയും, നീ എന്നെ ആദ്യം കെട്ടിപ്പിടിച്ചില്ലേ, അതേപോലെ തന്നെ ഞാനും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. ഇവിടെയായിട്ട് ചാൻ നമ്മളുടെ ഹരാനെ നല്ലതുപോലെ മുറുക്കെ കെട്ടിപ്പിടിക്കുന്നത് കാരണം അവൾക്ക് നല്ലതുപോലെ ശ്വാസമൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളത് പറയുന്നത് വേഗം തന്നെ ചാൻ അങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് കാറിലായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതാ. ഇവിടെ രണ്ടുപേരും കൈ അടുത്തടുത്തായിട്ട് വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാന്റെ കൈ ചാന്റെ കയ്യിലായിട്ട് വന്നെന്ന് തട്ടും. അത് കാരണം അവള് വേഗം തന്നെ കൈയെടുത്ത് മാറ്റാനായിട്ട് ഒരുങ്ങുന്നതാ. എന്നാൽ ഇത് കാണുന്നേ നമ്മളുടെ ചാൻ അങ്ങനെ വെറുതെ ഇവിടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവൻ വേഗം തന്നെ ഹരാന്റെ കയ്യിലായിട്ട് കയറി അങ്ങ് പിടിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനും അതേപോലെ ഹരാനും ഭയങ്കര ഓക്വേർഡായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ചാനാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹരാൻ പറയും, നീ വേഗം തന്നെ ആ അങ്കിളിന്റെ കഫേയിലായിട്ട് ചെല്ലണം, അങ്കിള് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അതും പറഞ്ഞിട്ട് നമ്മളുടെ ഹരാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ വീട്ടിലായിട്ട് പോകും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചാൻ നേരെ കഫേയിലായിട്ട് വന്നിട്ട് അങ്കിളിനെ മീറ്റ് ചെയ്യുന്നതാ. ഇവിടെ നമ്മളുടെ അങ്കിൾ ഓക്കെ ആയിരുന്നു. എന്നാൽ ആ പട്ടിക്കുട്ടിയായിട്ടുള്ള ജീനിയസ് ഇല്ലേ, അവൻ നമ്മളുടെ ചാനെടുത്ത് ഭയങ്കര പിണക്കത്തില്ല. അവനാണെങ്കിൽ ചാനിനെ കാണുന്നതും വേഗം തന്നെ കൂട്ടിലായിട്ട് കയറിങ്ങിയിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ചാൻ ഒരു വാക്ക് പോലും പറയാണ്ടല്ലേ അവിടെ നിന്ന് പോയി കളഞ്ഞത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മളുടെ ഹരാനാണെങ്കിൽ കഫേയിലായിട്ട് വരുന്നതാ. വന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഹരാന്റെ കമ്പനിയിലുള്ള കൊളീഗ്സ് ഇല്ലേ, എല്ലാവരും അവിടെ ആയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ചാനിന് വേണ്ടിയിട്ട് ഒരു വെൽക്കം പാർട്ടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് നമ്മളുടെ ഹരാൻ നല്ല ഷോക്കായിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ചാനായിരുന്നാലും എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങും. അടുക്കളയിൽ പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാ. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ തട്ടിയിട്ട് അവിടെയുള്ളൊരു ക്യാൻ തറയെ വന്ന് വീഴും. ഇത് കാണുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ പഴയ കാലത്തിലുള്ള കുറച്ച് ഓർമ്മകളൊക്കെ വരാൻ തുടങ്ങും. അതായത് ഒരു മഞ്ഞ ക്യാൻ വന്ന് വീഴുന്നത് പോലെയൊക്കെ. പെട്ടെന്ന് തന്നെ അവൻ എന്തോ പോലെ ഫീൽ ചെയ്യും. ഇത് കണ്ടിട്ട് നമ്മുടെ ഹരാൻ വന്നിട്ട് ചോദിക്കും, നീ ഓക്കെ ഇല്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന്. എന്നാൽ നമ്മുടെ ചാൻ ഓക്കെ ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും കൂടി നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്നതാ. അവസാനം നമ്മളുടെ ഹരാനും ചാനും അതേപോലെ ആ കഫേയുടെ അങ്കിളില്ലേ, അവർ മൂന്നുപേരും മാത്രമാവും നമ്മളുടെ ഹരാനും ചാനോട് ചേർന്നിട്ട് ആ കഫേയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ ഡ്രസ്സിലായിട്ട് കുറച്ച് കറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഹരൻ വേഗം തന്നെ അവൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കും, നിന്റെ കൈ ഓക്കെ അല്ലേ, ഞാൻ വൃത്തിയാക്കി തരാമെന്ന്. ഇതിൻ്റെ പേരിൽ രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യുഗ്യോമിനെയാണ്. ഹദാമും യുഗ്യോമും ഇപ്പോൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം അങ്ങനെ കണ്ട് സംസാരിക്കാറൊന്നും ഇല്ലല്ലോ. ഇവിടെയായിട്ട് യുഗ്യം നടന്നു വരുന്നതും നമ്മൾ ഹദാമും ഈ പാർക്കിൽ കൂടി നടന്നു വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ട് ചെറുക്കന്മാർ വന്നിട്ട് നമ്മുടെ ഹദാമിൻ്റെ അടുത്ത് പറയും, നിന്റെ ബ്രേക്കപ്പ് ആയെന്ന് ഞങ്ങൾ അറിഞ്ഞു, എനിക്ക് നിന്റെ നമ്പർ തരുമോ, എനിക്ക് നിന്നെ ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന്. ഇവിടെയായിട്ട് ഹദാം വിചാരിക്കും യുഗ്യം വന്നാൽ അവനെ ഒന്ന് തടഞ്ഞിരുന്നെങ്കിൽ എന്ന്. എന്നാൽ നമ്മുടെ യുഗ്യം മൈൻഡ് പോലും ആകത്തില്ല. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന ഹദാം ആണെങ്കിൽ ആ ചെറുക്കന് നമ്പർ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അവൾ ആ ചെറുക്കൻ്റെ ഫോൺ വാങ്ങിയിട്ട് നമ്പർ ടൈപ്പ് ചെയ്യും. ഇത് കണ്ടിട്ട് യുഗ്യം ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നങ്ങ് പോകും. സത്യത്തിൽ നമ്മുടെ ഹദാം ആണെങ്കിൽ എഴുതി കൊടുത്ത നമ്പറില്ലേ, അത് ജസ്റ്റ് ഫേക്ക് ആയിട്ടുള്ള നമ്പറായിരുന്നു. 00 എന്നും പറഞ്ഞിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ആ മുത്തശ്ശീനെയാണ്. അവരിങ്ങനെ പാർക്കിൽ കൂടി നടന്നു വരാൻ നേരത്ത് ഒരാൾ ഇവർക്കൊരു പോസ്റ്റർ കൊണ്ടുവന്ന് കൊടുക്കും. ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന തന്നെ ഡിമെൻഷ്യ വന്നൊരു ലേഡീനെ കാണാനില്ല എന്ന. ഇത് കണ്ടിട്ട് നമ്മളുടെ മുത്തശ്ശിക്കാണെങ്കിൽ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അതിലേ നടന്നു വരുന്ന നമ്മളുടെ കഫേയിലെ അങ്കിളില്ലേ, ആ അങ്കിളിനെ കാണും. അങ്കിളാണെങ്കിൽ ജീനിയസിനെയും കൊണ്ട് നടക്കാൻ വന്നിരിക്കുക. അങ്കിള് ചോദിക്കും, നമ്മളിപ്പോഴാണല്ലോ ഈ പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നേ എന്ന്. മുത്തശ്ശി പറയും, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു, നമ്മൾ തമ്മിൽ ഇതുവരെ മീറ്റ് ചെയ്യാത്ത, ഇനി മുതൽ നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്ന്. നമ്മുടെ ഈ അങ്കിള് പറയും, നീ എന്തായിരുന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ജീനിയസിനെ ഒരു നല്ല സ്പോട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ മുത്തശ്ശിയാണെങ്കിൽ യുഗ്യോമിനെ കാണും. അവൻ അവിടെ തിരിഞ്ഞിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ മുത്തശ്ശിവിൻ്റെ പേര് വിളിക്കുന്നേ അവൻ അടുത്തോട്ട് വരും. മുത്തശ്ശി ചോദിക്കും, നീ എന്തിനാ കണ്ണാടി വെച്ചിരിക്കുന്നേ എന്ന്. അപ്പോൾ യുഗ്യം കണ്ണാടി എടുത്ത് മാറ്റുമ്പോൾ എന്തുവാ, അവൻ്റെ കണ്ണ് മൊത്തവും വീങ്ങിയിരിക്കുക. അവൻ കരഞ്ഞ് കരഞ്ഞ് നീര് വന്നിട്ടാണ് ഈ കണ്ണ് ഈ പരിവായിട്ടിരിക്കുന്നത്. അവനവിടെ കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ അടുത്ത് ഹദാം ബ്രേക്കപ്പ് പറഞ്ഞു, അവളാണ് എൻ്റെ ലോകം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മളുടെ മുത്തശ്ശി ഇവനെയും കൊണ്ടുവന്ന് ഒരു കഫേയിലായിട്ട് വരും. എന്നിട്ട് അവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ യുഗ്യമാണെങ്കിൽ അതൊന്നും കഴിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ ഫുഡ് വേണ്ടാന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാണുന്നേ നമ്മളുടെ മുത്തശ്ശി പറയും, നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാത്ത ഒരു മരുമോനെ എനിക്ക് ആവശ്യമില്ല. ഇത് കേൾക്കുന്ന
കേൾക്കുന്നേ നമ്മുടെ യുഗ്യം നല്ലതുപോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ ആ കഫേയിലായിട്ട് വരുന്നതാണ്. കഫേയിൽ വന്നിട്ട് നമ്മളുടെ ചാനിനെ അവിടെ എല്ലാം നോക്കും. എന്നാൽ ചാനിന്റെ പൊടി പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ അവിടെ താഴെ ഇരുന്ന് നല്ലതുപോലെ റിങ് ചെയ്യുമായിരുന്നു. ഇത് കണ്ടിട്ട് ഹരാനാണെങ്കിൽ ആ ഫോണും എടുത്ത് മുകളിലത്തെ നിലയിൽ അവന്റെ റൂമിലായിട്ട് വരും. അവിടെ വന്നിട്ട് നോക്കുമ്പോൾ റൂം ക്ലോസ് ആയി കിടക്കുക. നമ്മളുടെ ഹരാനാണെങ്കിൽ വേറൊന്നും ചിന്തിക്കാണ്ട് വേഗം തന്നെ നമ്മളുടെ ഈ ചാനിന്റെ റൂമില്ലേ അതങ്ങ് തുറക്കും. എന്നാൽ അവിടെയായിട്ട് നമ്മളുടെ ചാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും അവൻ ഇപ്പോൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. ഇത് കണ്ടിട്ട് നമ്മളുടെ ചാനും നല്ലതുപോലെ ഷോക്കാവും, അതേപോലെ ഹരാനും നല്ലപോലെ ഷോക്കാവും. രണ്ടുപേരും തിരിഞ്ഞങ്ങ് നിൽക്കും. പെട്ടെന്ന് തന്നെ ചാനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരുന്നതും ഹരാൻ പറയും നിന്റെ ഫോൺ കുറേ നേരമായിട്ട് റിങ് ചെയ്യുമായിരുന്നു, അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഹരാൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് നടന്നു വരും. ഇത് കാണുന്ന നമ്മുടെ ഹരാനാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാണ്ട് ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് കണ്ണു അടച്ചങ്ങ് നിൽക്കും. നമ്മളുടെ ചാനായിരുന്നാലും അടുത്തോട്ട് വരുന്നേ പെട്ടെന്ന് തന്നെ ലൈറ്റ് അങ്ങ് അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഹരാൻ ചെയ്യും നീ എന്തിനാ ലൈറ്റൊക്കെ അണയ്ക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ചാൻ വന്നിട്ട് പറയും അതിന് ആരാ ലൈറ്റ് അണച്ചത്, നീ തന്നെയാണ് അണച്ചേ, നീ ആ സ്വിച്ചിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കരമായിട്ട് ചമ്മി പോയിട്ടുണ്ടായിരുന്നു. ഉടനെ എന്നെ ചാൻ ചോദിക്കും അല്ല നീ എന്തിനു വേണ്ടിയിട്ടാ കണ്ണടച്ചേ അത് പറ. അപ്പൊ നമ്മളുടെ ഹരാൻ പറയും അത് ആരായിരുന്നാലും തെറ്റിദ്ധരിക്കത്തില്ലേ, ആദ്യമേ നീ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, രണ്ടാമത് നീ എൻ്റെ കയ്യിലായിട്ട് പിടിച്ചു, അപ്പോൾ മൂന്നാമത് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ ചാനാണെങ്കിൽ അങ്ങ് ബ്ലഷ് ചെയ്ത് ചിരിക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് ചാൻ പറയും അല്ലേലും നിന്നെ എനിക്ക് നല്ല ചിയർഫുൾ ആയിട്ട് കാണാനാ ഇഷ്ടം, നീ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കര ഷോക്കാവും. അവൾ ചോദിക്കും ഞാൻ പണ്ട് നല്ല ചിയർഫുൾ ആയിരുന്നത് നിനക്ക് എങ്ങനെ അറിയാം, അതിന് ഞാൻ നിന്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മളുടെ ചാൻ അവിടെ കള്ളം പറയും അത് ഹയോങ് ആണ് എൻ്റെ അടുത്ത് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ ടോപ്പിക്ക് മാറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങും. അവൻ ചോദിക്കും ഞാൻ നിനക്ക് കുറച്ച് ഹോംവർക്ക് തന്നില്ലേ, നീ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനാണെങ്കിൽ അവിടെ എടുത്ത ഫോട്ടോസൊക്കെ അവനെ കാണിക്കാൻ തുടങ്ങും. അതിനകത്തായിട്ട് നമ്മളുടെ ചാനിൻ്റെ ആ ഒരു ഹോംവർക്ക് ഇല്ലേ അതിൻ്റെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ അവിടെ ഇമോഷണലായിട്ട് ചോദിക്കും നീ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിനെ എന്നെ കൂടാണ്ട് കംപ്ലീറ്റ് ആക്കിയോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ സിംഗിളായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ചാൻ പറയും ഇതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഈ ഫോട്ടോസിനെ എല്ലാം ഞാൻ വെക്കാൻ പോവുക, അടുത്ത തവണ നമ്മൾ ഈ ബക്കറ്റ് ലിസ്റ്റിനെ ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ ഫോട്ടോസൊക്കെ നിനക്ക് തരത്തുള്ളൂ എന്ന്. ഇവിടെയായിട്ട് ചാൻ ചോദിക്കും ഞങ്ങളെല്ലാവരും അടുത്ത ദിവസം ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ. എന്നാൽ നമ്മളുടെ ഹരാൻ പറയും എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേറൊരു കാര്യത്തിന് പോകണം, എൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ഹരാനും അവളുടെ സിസ്റ്റേഴ്സും അതേപോലെ മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് ഇവളുടെ അച്ഛനെയും അമ്മേനെയും എവിടെയാണോ അടക്കിയിരിക്കുന്നത് ആ സ്ഥലത്തായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മളുടെ ഹരാനും അതേപോലെ ഹയോങ്ങിനും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവളുടെ പേരൻസിൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അവരതെല്ലാം ഇരുന്ന് പറഞ്ഞ് അവിടെ നല്ല സന്തോഷിച്ചിരിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മളുടെ ഹദാമിന് മാത്രം അവളുടെ പേരൻസിനെ പറ്റി പറയാൻ ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. അവളിതെല്ലാം കേട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കും. നമ്മളുടെ ഹയോങ്ങും ഹദാമും കൂടി ഒരുമിച്ച് കാറിലിരിക്കുന്നേ നമ്മളുടെ ഹയോങ് പറയും അയ്യോ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി എന്ന്. അങ്ങനെ അവള് നേരെ ആ ഒരു സ്ഥലത്തായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ നമ്മളുടെ മിസ്റ്റർ യുവിന് അവിടെ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവ നല്ല ഇമോഷണൽ ആയിട്ട് കരഞ്ഞോണ്ടായിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ ഹയോങ് വന്നിട്ട് ചോദിക്കും അല്ല നീ എന്താ ഇവിടെ എടുക്കുന്നേ, നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആയിട്ടിരിക്കുന്നേ, വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നീയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വന്തം മകന് എന്ന്. ഇവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ മിസ്റ്റർ യുവിനാണെങ്കിൽ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം അവനാണെങ്കിൽ നമ്മളുടെ ഈ ഹരാൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അതൊരു ബൊക്കെയൊക്കെ ആയിട്ട്. ഇവിടെയായിട്ട് അവർ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നാലും നമ്മളുടെ മുത്തശ്ശി ഇവനെയും കൂടെ പിടിച്ചു നിർത്തും. അവർ പറയും നീയും ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ അല്ലേ എന്ന്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളുടെ ഈ മിസ്റ്റർ യുനാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഹയോങ്ങിനും അങ്ങ് ഒരുമാതിരിയാവും. ഹയോങ് അവിടെ മിസ്റ്റർ യുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും വാ നമുക്ക് എല്ലാവർക്കും കൂടി പോയി ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവിടെയായിട്ട് നല്ലൊരു സ്ലോപ്പ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കരിയിലേക്ക് വന്നിട്ട് നല്ല ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുക. പെട്ടെന്ന് തന്നെ മിസ്റ്റർ യുനാണെങ്കിൽ മുമ്പിലായിട്ട് വന്നിട്ട് നമ്മളുടെ ഹയോങ് തെന്നി വീഴാതിരിക്കാൻ അവിടെ കിടന്ന ആ ഒരു ഇലയും കരിയിലയും എല്ലാം കൈ വെച്ചിട്ട് തന്നെ മാറ്റി മാറ്റി കളയും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മളുടെ ഹയോങ് ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ അത് മുഖത്ത് കാണിക്കത്തൊന്നുമില്ല, പക്ഷേ അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അതും ഇവൻ്റെ വെറും കൈ വെച്ചിട്ടല്ലേ ഇതെല്ലാം തുടച്ചു നീക്കി കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ ഹയോങ്ങിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. ഹരാൻ വന്നിട്ട് ചോദിക്കും നീ എപ്പോഴെങ്കിലും ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു എന്ന്. ഉടനെ എന്നെ ഹയോങ് പറയും ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ ഹയോങ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറയും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ ടോപ്പിക്ക് മാറ്റി സംസാരിക്കാനൊരുങ്ങും. അപ്പോൾ ഹരാൻ ചോദിക്കും അല്ല നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അത് പറ, ഞാനൊന്ന്
ഒന്ന് കേൾക്കട്ടെ. ഉടനെ തന്നെ ഹയോങ് പറയും, നിന്റെ മുമ്പത്തെ ബോയ് ഫ്രണ്ടിൻ്റെ പേര് ചാൻ എന്നായിരുന്നു, രണ്ടാമതാ നീ ഇപ്പോൾ കോണ്ടാക്റ്റിൽ നല്ലതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേരും ചാൻ എന്നാണ്. നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ ഒന്ന് ഷോക്കാവും. സത്യം പറഞ്ഞാൽ അവൾ ഇതിനെപ്പറ്റി ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അവൾ രണ്ടുപേരെയും ചാൻ ചാൻ എന്ന് തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതും അവന് പഴയ കാലത്തിലുള്ള കുറേ ഓർമ്മകളൊക്കെ വരും. നമ്മുടെ ചാനാണെങ്കിൽ ഹരാൻ്റെ ആ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന സമയത്ത് അവനെ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരം ഒരു പെങ്കൊച്ചു വരുമായിരുന്നു. അവളുടെ കയ്യിലായിട്ടൊരു ബ്രേസ്ലെറ്റും ഉണ്ട്. അവളെ പറ്റിയിട്ടുള്ള വലിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മളുടെ ചാനിന് ഓർമ്മയില്ല. എന്നാലും അവൻ വിചാരിക്കും അതേതാ ആ പെണ്ണെന്ന്. അവളുടെ പേര് സുജിൻ എന്നായിരുന്നു. അതേസമയം തന്നെ ആ പെണ്ണ് ഇപ്പോൾ കൊറിയയിലായിട്ട് വരുന്നത് കാണിക്കും. അവളുടെ കയ്യിലായിട്ട് അതേ സെയിം ബ്രേസ്ലെറ്റും കിടപ്പുണ്ട്. അവൾ കൊറിയയിൽ എത്തിയ ഉടനെ തന്നെ ആരെയോ ഫോൺ കോൾ ചെയ്തിട്ട് പറയും ഞാൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂഗ്യോമിനെയാണ്. അവനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ നമ്മളുടെ ഹദാമിൻ്റെ അടുത്ത് എന്നിട്ട് സോറി പറയണം എന്ന്. അങ്ങനെ അവൻ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നേരെ ഹദാമിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നാൽ അവിടെയായിട്ട് അവളുടെ നമ്പർ വാങ്ങിയ ചെറുക്കനില്ലേ, ആ ചെറുക്കൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹദാം നിന്നിട്ട് അവനൊരു ജ്യൂസ് കൊടുക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മളുടെ യൂഗ്യോം നല്ലതുപോലെ ടെൻഷനാവും. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് അവൻ്റെ കാല് തട്ടി അവൻ താഴെ വന്ന് വീഴും. അവൻ്റെ കാലിന് ഇപ്പോൾ നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെയായിട്ട് വന്നിട്ട് അവനെ സമാധാനിപ്പിച്ച് നേരെ കരോക്കെ ബാറിലായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മളുടെ യുഗ്യമാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള സങ്കടമെല്ലാം പാട്ട് പാടി അങ്ങ് തീർക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹദാമിനെ കാണിക്കും. അവൾ അടുത്ത ദിവസം സ്കൂളിൽ വരാനായിട്ട് ഒരുങ്ങുന്നതും അവിടുത്തെ ആ ഒരു പ്ലേറ്റ് എടുക്കുന്നതാണ്. അതായത് ഇവളുടെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് നമ്മളുടെ ഹദാമാണെങ്കിൽ തറയിലിട്ടങ്ങ് പൊട്ടിക്കും. ഇത് കാണുന്ന ഹയോങ്ങും അതേപോലെ ഹരാനും വന്നിട്ട് നമ്മളുടെ ഹദാമിനെ നല്ലതുപോലെ വഴക്ക് പറയും. ആ പ്ലേറ്റ് എന്താണെന്ന് നിനക്കറിയാവോ, അമ്മയുടെ ഫേവറേറ്റ് പ്ലേറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹദാമായിരുന്നാലും ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ട് പറയും എനിക്കറിയത്തില്ല ആ പ്ലേറ്റ് എന്തുവാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അച്ഛൻ്റെ നല്ല ഓർമ്മയുണ്ട്, എന്നാൽ എനിക്ക് അവരാരാണെന്ന് കൂടി അറിയത്തില്ല. ഞാനും നിങ്ങളെപ്പോലെ അച്ഛനെയും അമ്മേനെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. ഇത് കേൾക്കുന്നേ ഹരാനും അതേപോലെ ഹയോങ്ങിനും ഭയങ്കര സങ്കടമാവും. നമ്മളുടെ ഹയോങ് ആയിരുന്നാലും ആ പ്ലേറ്റ് എടുക്കുന്നേ മനസ്സിലാവും അതിലായിട്ട് ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹയോങ് ആണെങ്കിൽ ഹദാമിനെ കാണാൻ വേണ്ടിയിട്ട് പുറകെ ഓടി വരും. എന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് കയ്യിലായിട്ട് ബാൻഡേജ് ഒക്കെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് നമ്മളുടെ ഹയോങ് ആണെങ്കിൽ അച്ഛനെയും അമ്മേനെയും പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഹദാമിൻ്റെ അടുത്ത് പറയും. അങ്ങനെ രണ്ടുപേരോട് നടന്ന് സ്കൂളിലായിട്ട് വരും. നമ്മളുടെ ഹയോങ് ആയിരുന്നാലും ഹദാമിനെ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിനെയാണ്. അവന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ആ കഫേയുടെ അങ്കിളില്ലേ, അയാളായിരുന്നാലും നമ്മുടെ ചാൻ്റെ അടുത്ത് പറയും എടാ നിനക്ക് വേണ്ടിയിട്ടൊരു പാഴ്സൽ വേറെയും വന്നിട്ടുണ്ട്, നീ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ചാൻ്റെ മുഖവും ഒരുമാതിരിയാവും. എന്നാൽ ആ പാഴ്സലിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ബോക്സ് നമ്മളുടെ അങ്കിൾ എടുത്ത് നോക്കുന്നതാണ്. അതിനകത്ത് ബോസ്റ്റോണിൽ നിന്ന് വന്നേന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനും അതേപോലെ ഹരാനും കൂടി ഓഫീസിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹരാൻ വന്നിട്ട് ചോദിക്കും നീ നാളെ ഫ്രീ ആണോ എന്ന്. എന്നാൽ നമ്മളുടെ ചാൻ പറയും ഞാൻ നാളെ ഫ്രീ അല്ല, എനിക്ക് വേറെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന്. സത്യത്തിൽ നമ്മളുടെ ചാനാണെങ്കിൽ കാണാൻ വന്നിരിക്കുന്ന വേറെ ആരെയല്ല, നമ്മളുടെ കിംനാനയിലെ അതായത് നമ്മളുടെ ഹരാൻ്റെ മുത്തശ്ശി, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ ചാനും അതേപോലെ തന്നെ കിംനാനയും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഈ മുത്തശ്ശി ആയിരുന്നാലും ചോദിക്കും എൻ്റെ ഹരാൻ്റെ കഴിഞ്ഞ ലൈഫിനെ പറ്റിയൊക്കെ നിനക്ക് നല്ലതുപോലെ അറിയാവോ, ഞാൻ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാം. അവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചതിന് ശേഷം അവൾ മൊത്തത്തിൽ ഡെസ്പായി പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൾ അങ്ങനെ ആയിരുന്നു. എന്നാലും അതിൽ നിന്നൊക്കെ നല്ലതുപോലെ റിക്കവർ ആയതിനു ശേഷമാണ് അവൾക്കൊരു റിലേഷൻഷിപ്പ് ആവുന്നത്. അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അവളെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു, എന്നാൽ ഒന്നും നടന്നില്ല. അവസാനം ഞാൻ എൻ്റെ കമ്പനിയുടെ സ്റ്റോർ റൂമിലായിട്ട് അവളെ പൂട്ടിയിടുക ചെയ്തത്. അവളുടെ അടുത്ത് അതെല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞു. 2-3 ദിവസം അവൾ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ സ്വന്തമായിട്ട് അതെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. കേൾക്കുന്നവർക്ക് ഭയങ്കര ക്രൂരത പോലെയൊക്കെ തോന്നും, എന്നാൽ അവളുടെ മൈൻഡ് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയും. അതിനുശേഷമാണ് ഞാൻ അവളെ എൻ്റെ കമ്പനിയിലെ ഡിസൈനറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. അതിനുശേഷം അവൾ കുറേയൊക്കെ ഓക്കെ ആയതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മളുടെ മുത്തശ്ശി നമ്മുടെ ചാൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും. ഇവിടെയായിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ നല്ല കടപ്പാടുണ്ടായിരുന്നു. അവർ പറയും എൻ്റെ ഹരാനാണെങ്കിൽ വീണ്ടും ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിനെല്ലാം നന്ദി പറയേണ്ടത് നിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂഗ്യോമിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലെ തന്നെ നേഴ്സിൻ്റെ റൂമിലായിട്ട് വന്നിരിക്കുമായിരുന്നു. അവൻ്റെ കാലിപ്പോൾ നല്ലൊരു പരുവായിട്ടിരിക്കുവാണ്. അവിടെയായിട്ട് അതേസമയം തന്നെ നമ്മളുടെ ഹദാം
ഹദാമും കയറി വരും. എന്നാൽ രണ്ടുപേരും മൈൻഡൊന്നും ആക്കത്തില്ല. എന്നാൽ നമ്മളുടെ യുഗ്യം അവിടെ നിന്ന് ഇറങ്ങുന്ന സെക്കൻഡിൽ തന്നെ ഹദാം ആ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും അവൻ എന്ത് പറ്റിയതാ എന്ന്. എന്നാൽ നേഴ്സാണെങ്കിൽ പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരടുത്തും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പറഞ്ഞങ്ങ് വിടും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ചാനും ഹരാനും കൂടി ചേർന്നിട്ട് നേരെ നമ്മുടെ ചാനിൻ്റെ മുത്തശ്ശിയിലെ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ തന്നെ നടത്തുമായിരുന്നു, അതും ഈ പോട്രി വർക്കിൻ്റെയൊക്കെ. ഇവിടെയായിട്ട് നമ്മുടെ ഹരാൻ വന്ന് നോക്കുമ്പോൾ മുത്തശ്ശി ചെയ്ത ഒരുപാട് നല്ല നല്ല വർക്കുകളൊക്കെ ഉണ്ട്. അവൾക്കതെല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ മിസ്റ്റർ യൂനില്ലേ, അയാളാണെങ്കിൽ ഓഫീസിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹയോങ്ങിനെ കാണത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു കോള് വരും. വേറെ ഇടുന്നതല്ല, ഒരു ബാറിൽ നിന്നാണ്. അവർ പറയുന്നത് തന്നെ ഹയോങ് ഇവിടെ ഫിറ്റായിട്ടിരിക്കുവാണ്, ആരെങ്കിലും വന്ന് അവളെ ഒന്ന് പിക്ക് ചെയ്യണേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ യൂൻ നേരെ ഹയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെയായിട്ട് ഹയോങ് ആണെങ്കിൽ മിസ്റ്റർ യൂൻ്റെ അടുത്ത് പറയും ഹദാമിനാണെങ്കിൽ അച്ഛനെ അമ്മേനെയും പറ്റി ഒരു കാര്യം പോലും ഓർമ്മയില്ല, എനിക്ക് അവളുടെ അടുത്ത് സത്യമെല്ലാം പറയണമെന്നുണ്ട്, എന്നാൽ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് പറയട്ടെ അവൾ നമ്മുടെ മിസ്റ്റർ യൂൻ്റെ തോളിലായിട്ട് ചാരിക്കിടന്ന് കരയാനായിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്ന മിസ്റ്റർ യൂനാണെങ്കിൽ ഇവളെയും കൊണ്ട് കാറിലായിട്ട് വരാനൊരുങ്ങുന്നതാ. അവൾ അവിടെ നല്ല വിഷമത്തിലായിരുന്നു. കണ്ണടച്ചിരിക്കുന്ന കണ്ടിട്ട് മിസ്റ്റർ യൂൻ അവളുടെ കവിളിലായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ഹയോങ് കണ്ണു തുറക്കും. ഇത് കണ്ടിട്ട് നമ്മളുടെ മിസ്റ്റർ യൂൻ അങ്ങ് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പറയും അയ്യോ ഞാൻ ജസ്റ്റ് നിന്റെ കണ്ണീന്ന് കണ്ണീര് വന്ന കണ്ടപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയതാ എന്ന്. എന്നാൽ ഇത് കാണുന്നേ നമ്മളുടെ ഹയോങ് അങ്ങ് നല്ലതുപോലെ ഓക്വേർഡ് ആയിട്ടുണ്ട്. അവിടെയായിട്ട് ഹയോങ് നോക്കുമ്പോൾ നമ്മളുടെ മിസ്റ്റർ യൂനിൻ്റെ ലൊക്കേഷൻ്റെ ആ ഒരു സ്ക്രീനിലായിട്ട് നമ്മുടെ ഹയോങ് കഴിഞ്ഞ ദിവസം മുത്തശ്ശീനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടില്ലായിരുന്നോ, ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കിടക്കുന്ന കാണും. അപ്പോൾ അവൾ ചോദിക്കും ഞാൻ ആ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ മുത്തശ്ശി നിന്ന് കരയുന്നത് കണ്ടായിരുന്നു, നീ എവിടെ പോയിട്ടുണ്ടായിരുന്നോ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ യൂനാണെങ്കിൽ അവളുടെ അടുത്ത് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവൻ പറയും നീ അത് വിട്ടാരെ, അത് വലിയ കാര്യമൊന്നുമില്ല എന്ന്. എന്നാൽ നമ്മുടെ ഹയോങ്ങിന് നല്ല ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനും അതേപോലെ ഹരാനും കൂടി എക്സിബിഷനൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് വന്ന് നടക്കുന്നതാ. അവരിങ്ങനെ നടന്നു വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാൻ പറയും അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയെന്നും പറഞ്ഞ് വേഗം തന്നെ അവൾ ആ എക്സിബിഷൻ ഹാളിലോട്ട് വീണ്ടും ചെന്ന് കയറും. അവിടെ നോക്കുമ്പോൾ നമ്മളുടെ ചാൻ്റെ മുത്തശ്ശി മാത്രമല്ല ഉണ്ടായിരുന്നത്, പകരം ചാനിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഇയാളെ കാണുന്നത് നമ്മുടെ ചാൻ ഭയങ്കരമായിട്ട് അങ്ങ് അപ്സെറ്റ് ആവും. അവിടെയായിട്ട് ചാനിൻ്റെ അച്ഛൻ പറയും ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, നിന്നെ കണ്ടതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാഞ്ഞതാണ് എന്ന്. എന്നാൽ നമ്മളുടെ ചാനാണെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ പറയും എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പൊക്കോണോ എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ചാൻ പറയുന്നത് തന്നെ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അന്ന് ആക്സിഡൻറ്റിൽ നിങ്ങളുടെ മോൻ മരിച്ചു പോയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി, എന്നെ നിങ്ങൾ എൻ്റെ ഡ്രീമിനനുസരിച്ച് വിട്ടില്ല, എൻ്റെ അമ്മേനെയും അമ്മയുടെ ഡ്രീമിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണുന്നത് ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും. ഇതൊക്കെ കേട്ടിട്ട് അവൻ അവിടുന്ന് തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുന്നതാ. ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെ തടയാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ ചാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് ഇവൻ്റെ അച്ഛനെ പിടിച്ചങ്ങ് തള്ളും. ഇയാളാണെങ്കിൽ ഒരു കണ്ണാടി പോലെ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ കൂടി വന്ന് വീഴും. കണ്ണാടിയെല്ലാം നല്ലതുപോലെ ചന്ന ഭിന്നം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് വന്നിട്ട് നമ്മളുടെ ഹരാൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് ഒരു പോറൽ പോലെയും വീഴും. ഇത് കാണുന്നത് നമ്മളുടെ ചാനിൻ്റെ കൺട്രോൾ മൊത്തവും പോവും. അവൻ വിചാരിക്കും അവനെ കാരണമാണ് അവൾക്കിപ്പോൾ ഇങ്ങനെ വന്നതെന്നും പറഞ്ഞിട്ട് അവൻ വീണ്ടും അവൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെയായിട്ട് അവൻ്റെ മുത്തശ്ശി ഇടയിലായിട്ട് വന്നിട്ട് പറയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിടിച്ചങ്ങ് മാറ്റും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അവൻ്റെ ഫോണൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല. ഇവിടെയായിട്ട് അവസാനം നമ്മളുടെ ചാനിൻ്റെ മുത്തശ്ശിയും അതേപോലെ ഹരാനും മാത്രമുണ്ട്. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. മുത്തശ്ശി പറയുന്നത് തന്നെ എനിക്ക് പാത്രങ്ങൾ പൊട്ടിയതെല്ലാം ഒട്ടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ ഇതുവരെ എനിക്ക് ഈ അച്ഛൻ്റെയും മോൻ്റെയും പിണക്കം മാറ്റാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് ഹരാൻ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ കഫേയിലെ ആ അങ്കിളിനെയാണ്. ആളിപ്പോൾ നമ്മളുടെ ചാനിൻ്റെ റൂമിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും അവൻ്റെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ താഴെയായിട്ടൊരു ബോക്സ് കിടക്കുന്ന കാണും. അതെടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ ഹരാൻ്റെ കയ്യിലിരുന്ന സെയിം പേന തന്നെയാണ്. ഇത് കണ്ടിട്ട് നമ്മളുടെ അങ്കിള് ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹരാനും എത്തിയിട്ടുണ്ടായിരുന്നു. ഹരാൻ വന്നിട്ട് ചോദിക്കുന്നത് ചാൻ എവിടെ എന്നാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്കിളാണെങ്കിൽ കയ്യിലിരിക്കുന്ന ആ പേനേനെ എടുത്തങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ട് പറയും ചാൻ ഇവിടെ വന്നിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ അങ്കിളാണെങ്കിൽ ജീനിയസിനെ കൊണ്ടൊരു വാക്കിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അങ്കിൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഞാൻ ആ ബോക്സിൽ കണ്ടായിരുന്നല്ലോ ബോസ്റ്റൺ എന്ന്, അതായത് ഇവന് വന്ന പാഴ്സൽ മിക്കവാറും ഇതായിരിക്കും. അതേപോലെ തന്നെ അങ്കിളിൻ്റെ അടുത്ത് നമ്മളുടെ ചാൻ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട് ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ട്. അതേപോലെ ആ അങ്കിളാണെങ്കിൽ ജീനിയസിൻ്റെ അടുത്ത് നമ്മളുടെ ചാൻ സംസാരിക്കുന്നതും കേട്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ ഹരാനാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അവന് ഇഷ്ടം, അല്ലാണ്ട് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, വേറെ എല്ലാം ആഗ്രഹിച്ചാൽ അത് അവൻ്റെ ഗ്രീഡായി പോകും എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ അങ്കിളാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കും. അങ്കിളിന് മനസ്സിലാവും അതായത് ചാനാണെങ്കിൽ നമ്മളുടെ ഹരാൻ്റെ പണ്ടത്തെ ലൈഫുമായിട്ട് ഏതോ രീതിയിൽ കണക്റ്റഡ് ആണ് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഹരാനെ കാണിക്കും. അവളാണെങ്കിൽ ചാനിന് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ചാൻ അവിടെ നടന്നു വരുന്നതും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതേ അവളുടെ മുഖത്തുള്ള ആ ഒരു ബാൻഡേജാണ്. ഇത് കാണുന്നേ നമ്മളുടെ ഹരാൻ വേഗം തന്നെ ആ ബാൻഡേജ് അങ്ങ് ഇളക്കി കളയും. എന്നിട്ട് പറയും, കണ്ടില്ലേ എൻ്റെ മുഖത്തിനൊന്നുമില്ല, നീ അകത്തോട്ട് വാന്നും പറഞ്ഞിട്ട് ഹരാൻ നമ്മളുടെ ചാൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവളുടെ കയ്യിലായിട്ടൊരു വാച്ചും ഉണ്ടായിരുന്നു. അത് വേറെ ആരുടെയല്ല, നമ്മളുടെ ചാനിൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. അവൾ ചോദിക്കും, ഈ വാച്ച് ഏതാണെന്ന് നിനക്കറിയാവോ? ഉടനെ എന്നെ ചാൻ പറയും, അത് ഞാൻ ആദ്യമായിട്ട് അച്ഛന് ഗിഫ്റ്റ് വാങ്ങി കൊടുത്തതാ എന്ന്. ഉടനെ എന്നെ അവൾ പറയാൻ തുടങ്ങും, ഇത്രയും കാലമായിട്ടും ഇത് ചീത്തയായിട്ട് നിന്റെ അച്ഛൻ ഇത് ഇട്ടുകൊണ്ട് നടക്കുക. അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? അച്ഛൻ നീയുമായിട്ട് പുതിയൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വാച്ച് ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത്. നീ അതുകൊണ്ട് നിന്റെ അച്ഛന് ഒരവസരം കൂടി കൊടുക്കണോ എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനിന് എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും നല്ലതുപോലെ ചേഞ്ച് ആവും. നീ എന്നെ തന്നെ കണ്ടില്ലേ, ആദ്യമേ ഞാൻ നിൻ്റെ അടുത്ത് എന്തുമാത്രം കോൾഡായിട്ട് നിന്നതാ, ഇപ്പം എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യവും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ ഇമോഷണലായിട്ട് പറയും, നീ അങ്ങനെയൊന്നും പറയല്ലേ, നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇതിലും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ ഹരാൻ പറയും, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, നീ സ്നേഹിച്ചോ. ഉടനെ തന്നെ നമ്മളുടെ ചാൻ പറയും, നീ അങ്ങനെ പറയരുത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പല കാര്യങ്ങളിലും ആഗ്രഹിക്കാൻ തുടങ്ങും, എനിക്ക് ആഗ്രഹങ്ങൾ കൂടുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ പറയും, എനിക്ക് അതിലും ഒരു പ്രശ്നവും ഇല്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ആവാം, നിനക്ക് എത്ര വേണമെങ്കിലും എന്നെ സ്നേഹിക്കാമെന്ന്. അവളത് ഒട്ടും മടി കൂടാതെയാണ് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനായിരുന്നാലും ഭയങ്കര ഇമോഷണലായിട്ട് ഹരാനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് അവളുടെ മുഖത്തായിട്ട് കൈവയ്ക്കും. എന്നിട്ട് രണ്ടുപേരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിസ് ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.